നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ആരോടാണ് ശണ്ട കൂടിയത് എന്ന് ഓർക്കാൻ പറ്റും? നിങ്ങളുടെ ഭാര്യയോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, കൂട്ടുകാരോടായിരിക്കാം, ഒന്നിച്ച് ജോലി ചെയ്യുന്നവരോടായിരിക്കാം, അല്ലെങ്കിൽ നാം യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടറോടായിരിക്കാം, നാം ഷോപ്പിങ്ങിന് പോയ ഒരു ഷോപ്പിലെ സെയിൽസ്മാനോടോ സെയിൽസ് ഗേളിനോടോ ആയിരിക്കാം. അത് ആരോടായിരുന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ ഏറ്റവും അവസാനമായിട്ട് ശണ്ട കൂടിയത് കാരണം പിടികിട്ടിയോ? എന്തിനായിരുന്നു അന്ന് ആ ശണ്ടാന്ന്? നിങ്ങളൊന്ന് മൗനം പാലിച്ചിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് മിണ്ടാതിരുന്നെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു വാക്ക് തർക്കം അവിടെ സംഭവിക്കുമായിരുന്നു? ഇല്ലല്ലോ. തർക്കത്തെക്കുറിച്ച് പറയാനല്ല ഈ വീഡിയോ, എങ്ങനെ നല്ല രീതിയിൽ സംഭാഷണം നടത്താമെന്നതിനെ കുറിച്ചാണ്. അതെ, പരസ്പരം സംസാരിക്കുന്നതിനെ കുറിച്ച്. സംസാരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് റഫറൻസ് ചെയ്തപ്പോൾ സംസാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് മൗനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്, സൈലൻസിൻ്റെ മഹത്വം. പകലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രാത്രിയെക്കുറിച്ച് പറയുന്നത് പോലെ, വെളിച്ചത്തെ പരതുമ്പോൾ ഇരുട്ടിനെ മുന്നിലേക്ക് നീക്കിത്തരുന്നത് പോലെ സംസാരമല്ല പ്രധാനം, മൗനമാണ് പലപ്പോഴും പ്രധാനം. സംസാരത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല, സംസാരിക്കുമ്പോൾ നല്ലത് പറയണം എന്നാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന് നല്ലത് പറയട്ടെ, നല്ലത് പറയാനില്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്നാണ് ഹദീസ്. മൻ സ്വമത്ത നജ, മൗനം പാലിച്ചവന് വിജയിച്ചു എന്നും ഹദീസിലുണ്ട്. മൗനം വിദ്വാനുഭൂഷണം, നാം പണ്ട് മുതലേ കേട്ടുവരുന്ന ചൊല്ലാണല്ലോ അത്. ചിലരെ കാണുമ്പോൾ നല്ല ജെന്റിൽമാനൊക്കെ ആയിരിക്കും, നല്ല ലുക്കായിരിക്കും. പക്ഷെ വായ തുറന്നാൽ നാം അദ്ദേഹത്തെക്കുറിച്ച് പ്രതീക്ഷിച്ചതൊക്കെയും പൊളിഞ്ഞു വീഴുന്നത് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. വാക്കുകൾ ഫ്രീ ആണെന്ന് കരുതി എപ്പോഴും സംസാരിച്ചു കൊണ്ടേ ഇരിക്കരുത്. കുറച്ച് മാത്രം സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. അതിനാണല്ലോ 2 കാതുകളും 1 നാവും അള്ളാഹു സൃഷ്ടിച്ചു തന്നത്. കൂടുതൽ കേൾക്കണം, അതിനാണ് 2 കാതുകൾ, 1 നാവേയുള്ളൂ. അല്പം മാത്രം സംസാരിക്കുക. എപ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ് നല്ലോണം ചിന്തിക്കണം, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. മഹാനവറുകൾ തൻ്റെ നാവിന് താഴെ ചെറിയ ചെരൽക്കല്ല് വെക്കുമായിരുന്നു എന്നാ. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് എന്തെങ്കിലും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ നാവിൻ്റെ താഴെ നിന്ന് കല്ലെടുത്തിട്ട് വേണം എന്തെങ്കിലും സംസാരിക്കാൻ. അപ്പോൾ ചിന്തിക്കാനുള്ള സമയം കിട്ടുമല്ലോ. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഇനി സംസാരിക്കുന്നതിന് മുമ്പ് നല്ലോണം ചിന്തിക്കുക. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും. പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാതിരിക്കാൻ കഴിയും. വാട്സപ്പ് ചാറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ഡിലീറ്റ് ഫോർ എവരിവൺ അടിക്കാറില്ലേ? സംസാരത്തിൽ അതില്ല. കൈവിട്ട കല്ലും നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ല.
ഒരു ചോദ്യത്തിനും പെട്ടെന്ന് മറുപടി കൊടുക്കണമെന്നില്ല. ചിലതിന് നിമിഷങ്ങളെങ്കിലും ആലോചിക്കാൻ സമയം കിട്ടും. ഇല്ലെങ്കിൽ സമയം ഉണ്ടാക്കണം. ഒരല്പസമയത്തെ പോസ്, അത് നിങ്ങൾക്ക് മറുപടി പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 1-2 ദിവസങ്ങളിൽ ചോദിക്കാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയാം. നിങ്ങളെ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ഒരുപക്ഷെ ആലോചന രക്ഷിക്കാൻ സാധ്യതയുണ്ട്. Wise men speak because they have something to say. Fools because they have to say something. ബുദ്ധിയുള്ളവർ അവർക്ക് ചിലതൊക്കെ പറയാനുള്ളത് കൊണ്ടാണ് പറയുന്നത്. വിഡ്ഢികൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. സംഭാഷണം ഒരു 2 വേ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഈ കൊടുക്കൽ വാങ്ങലിൽ ഏറ്റവും കൂടുതൽ മഹത്വം വാങ്ങുന്നതിന് തന്നെയാണ്, സംസാരത്തിൽ. അതായത് കൂടുതൽ കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഒരാളെ കേട്ടുകൊണ്ടിരിക്കുക, അയാളെ മനസ്സിലാക്കി കേട്ടുകൊണ്ടിരിക്കുക, അതൊരു ഗോൾഡൻ ക്വാളിറ്റിയാണ്. നല്ല ശ്രമകരവുമാണ് നല്ല രീതിയിൽ കേൾക്കുക എന്നുള്ളത്. സംസാരിക്കുന്നതിനേക്കാളും പ്രയാസകരമാണ്. സംസാരിക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്, നമുക്കെന്തും പറയാം. പക്ഷെ ഒരാളെ മനസ്സറിഞ്ഞ് കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നല്ല ഒരു കേൾവിക്കാരനാവണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, നല്ല ആത്മാർത്ഥതയോടുകൂടി താല്പര്യം പ്രകടിപ്പിക്കണം. ജെന്യൂനായിരിക്കണം. വെറുതെ ഇങ്ങനെ അഭിനയിച്ചിട്ട് കാര്യമില്ല. താല്പര്യമുള്ള പോലെ അയാൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അവർ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ, ശരി, ഓക്കെ, അല്ലെങ്കിൽ ഒരു തലയാട്ടൽ, ഇങ്ങനെയൊക്കെ നമുക്കവരെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അവർ പറയുന്നതിന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവരെ മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള ചെറിയ പദങ്ങൾ ഓവറാക്കി കൊളാക്കരുത്. അവർ ആത്മാർത്ഥതയോട് കൂടി തന്നെ അതും ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരു അരോചകമായി മാറും. അവർ പറയുന്ന കാര്യങ്ങളോട് കണക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയണമെന്ന് തോന്നും. പക്ഷെ കാത്തിരിക്കുക. അവർ സംസാരം നിർത്തുന്നത് വരെ, അത് കഴിഞ്ഞിട്ട് അതവരോട് പറയാം. ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വിയോജിപ്പുണ്ടാവാം. എങ്കിൽ കൂടി അവരുടെ സംസാരം തീരുന്നത് വരെ, അവരൊരു പോസ് ചെയ്യുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടാവില്ല. ഫോൺ വന്നാൽ എന്താ ചെയ്യാം? ഫോൺ വന്നാൽ കാര്യപ്രസക്തമായ സംസാരമാണെങ്കിൽ ഫോൺ ആദ്യമേ സൈലൻ്റ് മോഡിലാക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്രയും അത്യാവശ്യ കോളാണെങ്കിൽ ഫോണൊന്നിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. മിക്കവാറും ആളുകൾക്ക് മനസ്സിലാവും. അവർ പറയും ഫോൺ എടുത്തോളൂ. അവരെ പെർമിഷൻ ഇല്ലാതെ പെട്ടെന്ന് ഫോൺ എടുക്കരുത്. അല്ല, അവരോട് പറയാം, അവർ 2 മിനിറ്റ് കേട്ടോ, സോറി. ഇതൊരു മര്യാദയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പുറത്തേക്ക് നോക്കുക, നമ്മുടെ ചിന്തകൾ അപ്പുറത്തേക്ക് പോവുക, മറ്റു പലതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവർ സംസാരിക്കുമ്പോൾ ഇതിനെന്ത് മറുപടി പറയുമെന്ന് പോലും നിങ്ങൾ ചിന്തിക്കേണ്ട. സാഗൂതം നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ മാത്രം മതി. നമ്മുടെ മറുപടിയൊക്കെ ഓട്ടോമാറ്റിക് വരും.
നേരത്തെ പറഞ്ഞ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമെന്ന് പറഞ്ഞത് അത് മറ്റൊരു തലത്തിലാണെന്ന് മനസ്സിലാക്കുമല്ലോ. പിന്നെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഐ കോണ്ടാക്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ സംസാരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും നല്ലത് അവരുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് പറയുമ്പോൾ, ഐ കോണ്ടാക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില ബോഡി ലാംഗ്വേജുകളെ കുറിച്ചും പറയേണ്ടതുണ്ട്. അത് കുറച്ചുകൂടി വിശാലമാക്കി പറയാം അടുത്ത വീഡിയോയിലാവാം. താങ്ക് യു.